സംസ്ഥാനത്തെ ജയിൽ അന്തേവാസികളുടെ വേതനം 10 ഇരട്ടി വർദ്ധിപ്പിച്ചു. സ്കിൽഡ് ജോലിയിൽ 620 രൂപ, സെമി സ്കിൽഡിൽ 560 രൂപ, അൺസ്കിൽഡ് 530 രൂപ എന്നിങ്ങനെയാണ് വർദ്ധിപ്പിച്ചത്. 7 വർഷത്തിനു ശേഷമാണ് വേതനം കൂട്ടുന്നത്. ജയിൽ മേധാവിയുടെ ശുപാർശ സർക്കാർ അംഗീകരിച്ചു. എല്ലാ വിഭാഗം തടവുകാരുടെയും ശമ്പളം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സ്കിൽഡ് ജോലികളിൽ ഏർപ്പെടുന്നവർക്ക് 620 രൂപയാണ് പുതുക്കിയ വേതനം. സെമി സ്കിൽഡ് ജോലികളിൽ 560 രൂപയും അൺസ്കിൽഡ് ജോലികളിൽ 530 രൂപയുമാക്കിയാണ് വർദ്ധിപ്പിച്ചത്. നേരത്തെ അൺസ്കിൽഡ് ജോലികൾ ചെയ്യുന്നവർക്ക് 63 രൂപയായിരുന്നു കൂലി. ഇത് 530 രൂപയായാണ് ഉയർത്തിയത്. 127 രൂപ വേതനമുള്ളത് 560-ഉം 152 രൂപയുള്ളത് 620-ഉമായിട്ടാണ് ഉയർത്തിയിട്ടുള്ളത്. ഇതിൽ 30% വിക്ടിം കോമ്പൻസേഷനായി പിടിക്കും. ജയിൽ അന്തേവാസികളുടെ വേതനം പരിഷ്കരിക്കേണ്ടത് അത്യാവശ്യമാണെന്നും മറ്റു സംസ്ഥാനങ്ങളിൽ ഇതിനകം വേതന പരിഷ്കരണം നടപ്പിലാക്കിയിട്ടുണ്ടെന്നുമുള്ള ശുപാർശയെ തുടർന്നാണ് ഇപ്പോൾ വേതനം വർദ്ധിപ്പിച്ചിരിക്കുന്നത്. കേരളത്തിലെ തടവുകാരുടെ വേതനം കഴിഞ്ഞ 7 വർഷമായി പരിഷ്കരിക്കപ്പെടാത്ത സാഹചര്യത്തിൽ കാലോചിതമായ വർധനവ് വരുത്താവുന്നതാണ്. തടവുകാരുടെ മനുഷ്യാവകാശം സംരക്ഷിക്കുന്നതിനും ശിക്ഷാ കാലാവധി കഴിഞ്ഞ ശേഷം അവർക്ക് സമൂഹത്തിൽ മാന്യമായി ജീവിക്കാനുള്ള സമ്പാദ്യം ഉറപ്പാക്കുന്നതിനും വർധനവ് അനിവാര്യമാണെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് വേതന വർധനവ്. സംസ്ഥാനത്തെ 4 സെൻട്രൽ ജയിലുകളിലെ 3000-ത്തിലധികം തടവുപുള്ളികൾക്കാണ് ജോലിക്ക് വേതനം നൽകി വരുന്നത്. അവസാനമായി തടവുപുള്ളികളുടെ വേതനം വർദ്ധിപ്പിച്ചത് 2018-ലാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.